പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഒരു പ്രിസത്തിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പ്രിസത്തിൻ്റെ പേര് ABC. AB and AC are the refracting surfaces and BC is the base of the prism. ബേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് റഫ് സർഫസ് ആണ്, അല്ലെങ്കിൽ ഒപ്പേക്ക് ആണ്. ABയും ACയുമാണ് ലൈറ്റിനെ നന്നായിട്ട് കടത്തി വിടുന്ന വശങ്ങൾ. ഈ പേരിൽ ഈ A എന്നുള്ള ആംഗിൾ ഇവിടെ തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക, കാരണം ഫൈനൽ ഇക്വേഷനിൽ വരുന്ന ആംഗിളാണത്. ആൻഡ് PQ ഈസ് ദ ഇൻസിഡൻറ്റ് റേ. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് ലൈറ്റ് കടക്കുന്നത്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ആണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ റേ ഓഫ് ലൈറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. അപ്പോൾ ഇതാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞു. PQ ആണ് ഇൻസിഡൻറ്റ് റേ. ദിസ് ഈസ് ദ നോർമൽ. ഡോട്ടഡ് ലൈനാണ് നോർമൽ. അപ്പോൾ നേരെ പോകേണ്ടതിന് പകരം അത് നോർമലിനടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നു. ഈ റെഡ് ലൈനാണ് പാത്ത് ഓഫ് ദ റേ. ഇത് മറ്റേ സർഫസിലെത്തി, AC എന്ന സർഫസിലെത്തി. ഇനി പുറത്തേക്ക് എയറിലേക്ക് കടക്കുകയാണ്. ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് ഇനി കടക്കുക. അപ്പോൾ നോർമലിൽ നിന്ന് അകലേക്കാണത് ബെൻഡ് ചെയ്യുക. അപ്പോൾ നേരെ പോകേണ്ടതിന് പകരം അത് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുന്നു. സോ മൊത്തത്തിൽ ദ പാത്ത് ഓഫ് ദ റേ ബെൻഡ്സ് ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദ പ്രിസം എന്ന് നമുക്ക് പറയാൻ പറ്റും. നേരെ കടന്നു പോകേണ്ടിയിരുന്ന റേ ആണ്. പ്രിസം ഇവിടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ബേസിൻ്റെ നേരേക്ക് ഇത് ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ നോർമലുകൾ രണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ കൂട്ടിമുട്ടിക്കുന്നു. ആ പോയിൻ്റാണ് N. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഫസ്റ്റ് സർഫസിന് മാർക്ക് ചെയ്യുകയുണ്ടായി, I1ഉം R1ഉം. അതേമാതിരി ഇപ്പുറത്ത് I2ഉം R2ഉം ഇങ്ങനെയാണ് മാർക്ക് ചെയ്തത്. കാരണം നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് പ്രിസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് I2ഉം ഇപ്പുറത്ത് R2ഉം മാർക്ക് ചെയ്യുന്നത്. ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ എമർജൻറ്റ് റേയുടെ ഡയറക്ഷൻ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിനിടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. So angle of deviation is the angle between the directions of incident ray and refracted ray. Incident rayയുടെ ഡയറക്ഷൻ ഇതാണ്, എമർജൻറ്റ് റേയുടെ ഡയറക്ഷൻ ഇതാണ്. അതിനിടയിലുള്ള ആംഗിളിനാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ തുടക്കത്തിൽ നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററലാണ് നോക്കുന്നത്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുള്ള ഒരു രൂപം. പ്രത്യേകിച്ച് ഒരു സൈസിന് ഒരു റേഷ്യോ ഒന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ക്വാഡ്രിലാറ്ററൽ AQNR എന്ന ക്വാഡ്രിലാറ്ററാണ് നമ്മൾ കരുതുന്നത്. അതിൽ 4 ആംഗിൾ കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് നമുക്ക് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് 4 ആംഗിൾസ്. ദാറ്റ് ഈസ് ആംഗിൾ A പ്ലസ് ഇവിടെയുള്ള ആംഗിളിൻ്റെ പേര് ആംഗിൾ AQN പ്ലസ് ഇവിടെയുള്ള ആംഗിളിൻ്റെ പേര് ആംഗിൾ NRA പ്ലസ് താഴത്തെ ആംഗിൾ കൂട്ടാം നമുക്ക് ആംഗിൾ N പ്ലസ് ഇവിടുത്തെ ആംഗിളിൻ്റെ പേര് ആംഗിൾ NRA. ഈ 4 ആംഗിൾസും കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. ഒരു ക്വാഡ്രിലാറ്ററലിലെ ടോട്ടൽ ആംഗിൾസ് A പ്ലസ് ഈ AQN പ്ലസ് ആംഗിൾ N പ്ലസ് NRA ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇതിൽ 2 ആംഗിൾസിൻ്റെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും, കാരണം ഇത് നോർമലാണ് ഇവിടെ വരച്ചിരിക്കുന്ന സർഫസിന്. അതുകൊണ്ട് AQN 90 ആയിരിക്കും. അതേമാതിരി ഇതും നോർമലാണ് വരച്ചത്, അതുകൊണ്ട് NRAയും 90 ആയിരിക്കും. സോ A പ്ലസ് 90 plus N plus 90 is equal to 360, or angle A plus angle N is equal to 90 plus 90 180, 360 180 minus ചെയ്യുമ്പം 180. that is equation 1. ഓക്കെ, ഇത് നമ്മൾ ഈ താഴത്തെ ട്രയാങ്കിളാണ് നോക്കുന്നത്. ട്രയാങ്കിളിൻ്റെ പേര് ട്രയാങ്കിൾ QNR. ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ ഒരു ആംഗിൾ R1 ആണ്, പ്ലസ് ഇപ്പുറത്തെ ആംഗിളിൻ്റെ പേര് R2 ആണ്, പ്ലസ് താഴത്തെ ആംഗിളിൻ്റെ പേര് N ആണ്. ടോട്ടൽ ആംഗിൾ 180 ആയിരിക്കും. ഇക്വേഷൻ 2. On comparison between these two equations, equation 1 and 2, we are getting right side രണ്ടും 180 ആണ്, ലെഫ്റ്റ് സൈഡിൽ ഒരു എണ്ണം ആംഗിൾ N ആണ്. അപ്പോൾ ബാക്കി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ആംഗിൾ A is equal to R1 plus R2. ഇക്വേഷൻ 3. നമുക്ക് പിന്നീട് വേണ്ട ഒരു ഇക്വേഷനാണ്. നമ്മൾ ഇതിന് മുകളിലുള്ള ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ QMR. അതിലെ ടോട്ടൽ ആംഗിൾസിൻ്റെ സമ്മും 180 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ഇവിടെ ഒന്നും ആംഗിൾ മാർക്ക് ചെയ്തിട്ടില്ല. ഈ ആംഗിൾ എന്ന് വെച്ചാൽ ഈ 2 ലൈൻസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഈ 2 ലൈൻസ് ഇവിടെ ആണ് I1 ഉള്ളത്. അതുകൊണ്ട് ഈ ടോട്ടൽ ആംഗിൾ I1 ആയിരിക്കും. അതിൽ നിന്ന് R1 മൈനസ് ചെയ്തിട്ട് ബാക്കിയാണ് ഈ ആംഗിൾ ഉണ്ടായിരിക്കുക. So this angle will be I1 minus R1.
പ്ലസ് അതേപോലെയാണ് ഈ ആംഗിൾ വരിക. ടോട്ടൽ ആംഗിൾ ഇവിടെ I2 ആണ്. ഈ രണ്ട് ലൈൻസ് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം ഇവിടെയുള്ള ആംഗിൾ ടോട്ടൽ വരിക I2 ആണ്. അതിൽ നിന്ന് R2 മൈനസ് ചെയ്തിട്ട് ബാക്കിയാണ് ഇവിടെ വരിക. ദാറ്റ് ഈസ് I2 മൈനസ് R2 പ്ലസ് മൂന്നാമത്തെ ആംഗിൾ ഈ ലൈനിൻ്റെ ഒരു ഭാഗമാണ് D വരുന്നത്. അപ്പോൾ ബാക്കി 180 മൈനസ് D ആണ് വരിക. ഇങ്ങനെ ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് I1 മൈനസ് R1, ഇത് I2 മൈനസ് R2, ഇത് 180 മൈനസ് D. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ സം എടുത്താൽ നമുക്ക് കിട്ടും 180 ആണ് അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെയും കൂടെ സം എടുത്ത് 180 കിട്ടി. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് I1 പ്ലസ് I2 മൈനസ് ഓഫ് R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു ഈ 180 അപ്പുറത്തേക്ക് പോകുമ്പോൾ 180 ക്യാൻസൽ ആവുന്നു. D അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് D. ഈ R1 പ്ലസ് R2ന് പകരം A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് I1 പ്ലസ് I2 മൈനസ് A ഇസ് ഈക്വൽ ടു D. ദാറ്റ് ഈസ് ഇക്വേഷൻ 4. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുകയാണ് എന്ന് കരുതുക. If we draw and plot the graph between angle of incidence and angle of deviation, that is, as angle of incidence increases, ഈ ചിത്രം ഞാൻ മായ്ക്കുകയാണ്, ഇതിന് നമുക്ക് ആവശ്യമില്ല. As angle of incidence increases, angle of deviation, നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെയും ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇവിടെയാണ് വരയ്ക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിക്രീസ് ചെയ്യുന്നു ആൻഡ് റീച്ചസ് എ മിനിമം ആൻഡ് ദെൻ ഇൻക്രീസസ്. ഇങ്ങനെയാണ് വരിക. ഈ മിനിമം വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഡീവിയേഷനെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അറ്റ് മിനിമം ഡീവിയേഷൻ വി ക്യാൻ സേ ദർ ഈസ് ഓൺലി വൺ വാല്യൂ ഫോർ I. വേറെ ഏത് വാല്യൂ എടുത്താലും ഡീവിയേഷന് മറ്റേത് പൊസിഷനിൽ നോക്കിയാലും നമുക്ക് ഇവിടെ ഒരു ഐയുടെ വാല്യൂ കിട്ടും, ഇവിടെ മറ്റൊരു I കിട്ടും. അതായത് I1 ഉണ്ടാവും, I2 ഉണ്ടാവും. പക്ഷേ മിനിമം വാല്യൂവിൽ മിനിമം ഡീവിയേഷനിൽ ഒറ്റ I മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, അറ്റ് മിനിമം ഡീവിയേഷൻ ദർ ഈസ് നോ I1 ആൻഡ് I2, ഓൺലി I ഈസ് പ്രസൻറ്റ്. അതുകൊണ്ട് തന്നെ R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R ആയിരിക്കും. സോ നമ്മുടെ ഇക്വേഷൻ 3 ബിക്കംസ് at minimum deviation we can say A is equal to R1 plus R2 is R plus R, that is 2R is equal to A, so R is equal to A by 2 എന്ന് നമുക്ക് കിട്ടും. അതേപോലെ ഇക്വേഷൻ 4 becomes I1 plus I2 minus A എന്നാണ്. that is I plus I minus A is equal to capital D. മിനിമം ഡീവിയേഷനിലാണ് ഇതൊക്കെ നടക്കുന്നത്. that is 2I minus A is equal to D. so 2I is equal to A plus D, or I is equal to A plus D by 2. Since n is equal to sin I by sin R, നമ്മൾ പഠിച്ചിട്ടുണ്ട് Snell's law. So we can say n is equal to sin of Iക്ക് പകരം നമുക്ക് ഇവിടെ A plus D by 2 എന്ന് കിട്ടിയിട്ടുണ്ട്. sin of A plus D by 2 divided by sin R. Rന് പകരം നമുക്ക് A by 2 എന്ന് കിട്ടിയിട്ടുണ്ട്, sin A by 2. So this is the equation for refractive index of a prism. Sin of A plus D by 2 by sin A by 2, where A is the angle of the prism and D is the angle of minimum deviation. prismത്തിൻ്റെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഡെറിവേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഇത് എഴുതിയും വരച്ചും അതിൻ്റെ ചിത്രവും ആ ഗ്രാഫും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വളരെ തറവായിട്ട് ഈ ഡെറിവേഷൻ പഠിക്കും. ഓക്കെ, ശരി.